തലമുടി നല്ല സ്ട്രൈറ്റ് ആയിട്ട് നല്ല തിളക്കത്തോടുകൂടി ഫാസ്റ്റായിട്ട് വളരണോ? ഇതുപോലെ ഫ്ലാക്സ് സീഡ് വെച്ച് നിങ്ങളിങ്ങനെ ജെല്ലുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് സ്റ്റോർ ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ ഒരു 2 ആഴ്ച എന്നാലും കേട് വരത്തില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ മുടിക്ക് നല്ല ഉള്ളും കിട്ടും, തിളക്കവും കിട്ടും, നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് വളരാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നിങ്ങൾ ബോയ്സിനൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തൊന്ന് ഉണ്ടാക്കി എടുത്ത് വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ മുടിക്ക് നല്ല ഒരു തലമുടി നല്ല ഒതുങ്ങിയിരിക്കും, നല്ല തിളക്കത്തോടു കൂടി ഇരിക്കും കേട്ടോ. അപ്പോൾ ഫ്ലാക്സീഡ് ആർക്കെങ്കിലും ഓഫർ പ്രൈസിൽ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഞാൻ ലിങ്ക് ഇട്ടുതരാം. ഫ്ലാക്സീഡ് റോസ്മെരി ലീഫ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടല്ലോ, നമുക്കിപ്പം ഫ്ലാക്സീഡ് ഒരു 1.5 സ്പൂണോളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് റോസ്മെരി ലീഫ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ മുടിക്ക് നല്ലൊരു മണവും കിട്ടും, ഈ ജെല്ലിന് നല്ലൊരു മണമായിരിക്കും. ആ മണം മാത്രമല്ല, നമുക്ക് ഹെയർ പുതിയ പുതിയ ഹെയർസ് കിളുക്കാനായിട്ട് നല്ലതാണ്. അപ്പം അത് മാത്രമല്ലാണ്ട് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്കും മാറാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പം ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ടുണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ചെമ്പരത്തിയുടെ പൂവ് നിൽക്കുന്നുണ്ടെങ്കിൽ ചെമ്പരത്തിയുടെ പൂവ് ഒന്ന് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ ഉണങ്ങി ചെമ്പരത്തിയുടെ പൂവായിട്ട് ഇട്ട് കൊടുത്തത്. എന്താണ് ഇട്ട് കൊടുത്തതെന്ന് ഓർക്കണ്ട. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഒരു കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ താരനുണ്ടെങ്കിൽ മാറുകയും ചെയ്യും, മുടി കൊഴിച്ചിലും മാറും നല്ലതാണ് ഈ ഉലുവ കേട്ടോ. അപ്പോൾ ഒരു സ്പൂണോളം വരുന്ന രീതിയിൽ ഉലുവ കേട്ടോ. ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തേയിലപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. മുടി കൊഴിച്ചിലും മാറുകയും ചെയ്യും, അകാലം നേരം തടയാനൊക്കെ ആയിട്ട് തേയില നല്ലതാണ്. അപ്പം തേയിലപ്പൊടി ഉണ്ടെങ്കിൽ 1 സ്പൂൺ അത് ഇട്ട് കൊടുത്തോ. ഞാനിപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ്സോളം വരുന്ന രീതിയിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ചില്ല, അര ഗ്ലാസ് ആയിട്ട് എടുത്ത് ഒഴിച്ചിട്ടുള്ളൂ. അപ്പം നല്ല ജെല്ലായിട്ട് കിട്ടും. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കണം, സാധനങ്ങൾ അതിനനുസരിച്ചിട്ട് കൂടുതൽ ചേർത്തുണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില എന്ന് പറയുമ്പം അറിയാമല്ലോ, തലമുടിക്ക് നല്ല കറുപ്പ് നിൽക്കും, കിട്ടാനായിട്ട് നല്ലതാണ്, മുടി കൊഴിച്ചിലും മാറും. പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ മുടിക്കായൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് കറിവേപ്പില നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് നിങ്ങളൊരു 10-15 മിനിറ്റ് നേരം ഇങ്ങനെ വെട്ടി തിളപ്പിക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലാണ് എടുത്തുണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു 10 മിനിറ്റ് വേണം തിളയ്ക്കുമ്പം അതങ്ങോട്ട് കുറുകി ഒട്ടും കുറച്ച് ജെല്ലായി കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 1 ഗ്ലാസ്സോളം വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് നേരം നമ്മളിട്ട് ഇങ്ങനെ വേവിച്ചെടുത്താലും നമുക്ക് അത്യാവശ്യത്തിന് ജെല്ല് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരെ ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ജെല്ലിങ്ങനെ കുറുകി വെന്ത് നല്ല രീതിയിൽ വരും. അപ്പോൾ തന്നെ നിങ്ങളത് അരിച്ചെടുക്കണം. അരിച്ചെടുത്തില്ലെങ്കിൽ പിന്നെ അത് ഇങ്ങനെ ജെല്ലായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അരിച്ച ചാടത്തില്ല. നമ്മൾ കഴിയുന്ന കാലോവര ജെല്ലൊക്കെ വാങ്ങത്തില്ലേ, അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇത് കളയണ്ട കേട്ടോ. നമുക്കൊരു 1-2 ഈ ചെമ്പരത്തിയുടെ ഇലയുടെ കൊടുത്തിട്ട് അരച്ച് തലയിൽ തേക്കാൻ നല്ലതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് സെറ്റാവാൻ വേണ്ടി എടുത്ത് വയ്ക്കാം കേട്ടോ. സെറ്റായി വന്നു കഴിയുമ്പോൾ ശരിക്കും നല്ലൊരു ജെല്ലി പരുവത്തിൽ കിട്ടും. ഇത് നമ്മൾ ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ ഉണ്ടല്ലോ, അത് മിക്സ് ചെയ്തിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ 2 ആഴ്ച ഇരുന്നാലും കേട് വരത്തില്ല ഈ ജെല്ല്. അപ്പോൾ മുടിയിൽ നമുക്ക് തേച്ച് കൊടുക്കാനാണെങ്കിലും നല്ലതാണ്. അപ്പം തലമുടിക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്കും വൈറ്റമിൻ ഇ ക്യാപ്സൂൾ നല്ലതാണ്. ഫേസിലൊക്കെ തേക്കാനൊക്കെ ആയിട്ട് വൈറ്റമിൻ നല്ലതാണ് കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ ഒരു വൈറ്റമിൻ ഡിയുടെ ക്യാപ്സൂൾ പൊട്ടിച്ചെടുത്ത് ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ഇളക്കി വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് നേരം പുറത്തെടുത്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ പെട്ടെന്ന് ജെല്ലായി വരും. കണ്ടിലിങ്ങനെ ഇങ്ങനെ ചാടി വരാത്ത രീതിയിൽ ഇങ്ങനെ ജെല്ലാവും. കണ്ടിലിങ്ങനെ നമ്മളിങ്ങനെ കയ്യിൽ കുറച്ച് വീതം എടുത്തിട്ട് തലമുടിയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടി നല്ലൊരു കണ്ടീഷനായിട്ട് ഇരിക്കുകയും ചെയ്യും, മുടിക്ക് നല്ല തിളക്കവും കിട്ടും, മുടി കൊഴിച്ചിലൊക്കെ മാറും കേട്ടോ. അപ്പോൾ അങ്ങനെ തലയിലേക്കിട്ട് നമ്മൾ തൂക്കാൻ നേരത്ത് നിങ്ങളിതിങ്ങനെ എടുത്ത് ഒഴിക്കുമ്പോൾ കുപ്പിയിലേക്കൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ ഒറ്റയടിക്ക് ഇങ്ങനെ ചാടിപ്പോരും ജെല്ലായതുകൊണ്ട്. അപ്പം ഇങ്ങനെ കുറച്ച് വീതം കയ്യിലേക്ക് എടുത്തതിന് ശേഷം കൈ കൊണ്ട് ഇങ്ങനെ തൂത്തിട്ട് കുളിക്കുന്നതിന് 10 മിനിറ്റ് നേരം മുൻപ് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ മാറും, മുടി വളരാനും നല്ലതാണ്, മുടിക്ക് നല്ല കറുപ്പും തിളക്കവും കിട്ടും കേട്ടോ. അപ്പം ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂളും അതുപോലെ തന്നെ നമ്മുടെ റോസ്മെരി ലീഫ് ഉണ്ടല്ലോ, റോസ്മെരിയുടെ ലീഫും ഫ്ലാക്സ് സീഡും ഓഫർ പ്രൈസിൽ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ യൂട്യൂബിലെ പിള്ളേരെ കാണുന്നതെങ്കിൽ നിങ്ങൾ യൂട്യൂബിൻ്റെ ഈ താഴെ ഹെഡിങ് വന്നിട്ടില്ലേ, അതിന് താഴെ ക്ലിക്ക് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ തന്നെ ഓഫർ പ്രൈസിൽ ലിങ്ക് ഉണ്ട് കേട്ടോ. നിസ്സാര വിലയ്ക്ക് കിട്ടും. അപ്പം നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതിൽ ലാഭത്തിന് കിട്ടും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മുടെ ഈ ഫ്ലാക്സ് സീഡ് കളയണ്ടാന്ന് പറഞ്ഞില്ല വേവിച്ചത്, അത് കളയാതിരിക്കുകയാണെങ്കിൽ ഒരു 3-4 ചെമ്പരത്തിയുടെ ഇലയുടെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി താളിയായി കിട്ടും, നല്ലൊരു ജെല്ലി താളിയായി കിട്ടും. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് തലത്തേക്കാം കേട്ടോ. അപ്പം ഒന്നുണ്ടാക്കി നോക്ക്, മുടിക്ക് നല്ല കറുപ്പും തിളക്കവും കിട്ടാനായിട്ട് മുടി വളരാനൊക്കെ ആയിട്ടും ഈ ഒരു താളി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ പറയട്ടോ. അപ്പോൾ നല്ലൊരു ഇട്ടിട്ട് വേണ്ടി കാണാവേ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹെയർ കെയർ ടിപ്സിനും സ്കിൻ കെയർ ടിപ്സിനൊക്കെ ആയിട്ട് പേജ് ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാവേ. ബൈ.